ഗൈസ് നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉയർന്നിരിക്കുന്ന ഒന്നാണ് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. വന്യജീവി സംഘർഷത്തിന് ഏറ്റവും ദോഷകരമായി നിൽക്കുന്നത് 1972 നിയമമാണ്. അന്ന് ഉണ്ടായിരുന്ന നിയമത്തിൻ്റെയും അന്നുണ്ടായിരുന്ന കാലാനന്ദത്തിൻ്റെയും അന്നുണ്ടായിരുന്ന സാമൂഹിക പശ്ചാത്തലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 1972 സെപ്റ്റംബർ 9 ഈ നിയമം നിലവിൽ വരുന്നത്. 2025 ആയപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. വന്യജീവിയുടെ എണ്ണത്തിലും അതിൻ്റെ പ്രജനനത്തിലും ഉണ്ടായ വർധന ഒരുപാടാണ്. എന്നാൽ 1972 കണക്ക് വെച്ച് ഇപ്പോഴും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവനുകൾ ഒരുപാട് നഷ്ടപ്പെടും. സർക്കാരിൻ്റെ കണക്കുകൾ വെച്ചാണെങ്കിൽ 1962 സർക്കാരിൻ്റെ കണക്ക് വെച്ചാണെങ്കിൽ കഴിഞ്ഞ 11 മാസത്തിനിടയ്ക്ക് 60 പേർ മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞു. എന്നാൽ 2025 ആയപ്പോഴേക്കും 2 മാസമാകുന്നതേ ഉള്ളൂ. 60 പേർ മരിച്ച സ്ഥലത്ത് ഇപ്പോൾ 14 പേരായിരിക്കണം മരണസംഖ്യ. അപ്പോഴേക്കും അറിയാം 2 മാസത്തിനിടയ്ക്ക് 14 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് ഈ നിയമത്തിൻ്റെ ഭാര്യമായ കൂട്ടിച്ചേർക്കലുകളോ ഭേദഗതികളോ വരുത്തത്തില്ല എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ചേതോവികാരം എന്താണ്? നമ്മളതിന് ജനാധിപത്യമാണ്, ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ജനാധിപത്യം. എന്നാൽ ഇവിടെ മനുഷ്യൻ മരിക്കുമ്പോൾ ഈ നിയമത്തിൽ യാതൊരു മാറ്റവും വരുത്തത്തില്ല എന്നുള്ള കടുംപിടുത്തത്തിൽ നിൽക്കുന്ന ഒരു ജനാധിപത്യ സർക്കാർ ഇവിടെ ആർക്കാണ് പ്രാധാന്യം? ജനങ്ങളല്ലേ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിലല്ലേ ഏറ്റവും പ്രാധാന്യം? അതിനുശേഷമല്ലേ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ വരേണ്ടത്? ഇതിപ്പം മനുഷ്യർക്ക് കേരളത്തിലെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ പ്രത്യേക ഒരു ഭൂപ്രകൃതി മനുഷ്യനുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ മാത്രമായ ഒരു അമെൻമെൻറ്റോ അല്ലെങ്കിൽ പ്രത്യേകമായ കൂട്ടിച്ചേർക്കലോ വരുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അത് വേണ്ട എന്നുള്ള ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുന്നത് തീർത്തും മനുഷ്യത്വരഹിതവും വേദനാജനകമായ ഒരു നിലപാടുകളാണ്. ഇതിനെതിരെ പൊതുജനങ്ങളുടെ വികാരം ഉണരുക തന്നെ വേണം. കാര്യം മനുഷ്യൻ മരിച്ചു വീഴുകയും വന്യജീവികൾ കൊന്നൊതുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിട്ടിരിക്കുന്നത്. കാലം എത്ര പുരോഗമിച്ചു, ആധുനിക യുഗത്തിലേക്ക് വന്നു, എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമുക്ക് ഇതിനെതിരെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. 1972 കാലഘട്ടത്തിൽ ആ ഒരു രീതി വെച്ച് 2025 ഭരിക്കണമെന്നുള്ള നിയമം അത് നമ്മളെ മനുഷ്യനെ നോക്കി ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 72 കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി 2025 ഏതൊരു നിയമവും നോക്കൂ, ഏതൊരു നിയമവും കാലോചിതമായ മാറ്റത്തിന് അനിവാര്യമാണ്. 2025 കാലഘട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങളല്ല 1972 ഉണ്ടാകേണ്ടത്. ഇതിൽ യാതൊരു മാറ്റവും ഇരിക്കുന്ന തീർത്തും വേദനാജനകമായ ഒരു കാര്യം. എന്താണ് ഇതിനകത്ത് ഒരു ചേതോവികാരം എന്ന് പറയുന്നത്? 72 ഉണ്ടാകുന്ന ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരുന്നൊരു കാലത്തല്ല ഇപ്പോഴും. കാലോചിതമായ മാറ്റങ്ങൾക്ക് ഏത് നിയമവും അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ഏത് നിയമവും മാറുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു ആവശ്യം. മനുഷ്യൻ്റെ ഈ ആവശ്യങ്ങൾക്കെതിരെ സർക്കാരുകൾ നല്ല രീതിയിലുള്ള നയപരമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതല്ലെങ്കിൽ ഇനിയും മരണങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ടാകും. ഇനിയും ഒരുപാട് ജനങ്ങളുടെ ജീവനുകൾ നഷ്ടപ്പെട്ട ശേഷം മാറ്റത്തിന് വിധേയമാകാതിരുന്നു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെടാനുള്ള ജീവനുകൾ കൂടി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട്, തൻ്റേതല്ലാത്തൊരു കുറ്റം കൊണ്ട് വന്യജീവികൾ ആക്രമിച്ച് കൊല്ലുന്ന മനുഷ്യൻ്റെയും അവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒരു ചിന്താഗതി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് നിയമവും കാലോചിതമായ മാറ്റത്തിന് വിധേയമാകുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അത് തിരിച്ചറിയാത്തതുള്ളത് വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്.